ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഡെയിലി ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രത്യേകിച്ച് വലിയൊരു കാര്യമൊന്നുമല്ല, എന്നാലും ഞാൻ എങ്ങനെയാണ് അത് സിമ്പിളായിട്ട് ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ, ഫ്രണ്ട്സിൻ്റെ പാർട്ടി, അങ്ങനെ എവിടെ, അതായത് ഞാൻ ഒരു ഫംഗ്ഷന് മെയിനായിട്ട് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ഫേസിന് മേക്കപ്പ് ചെയ്യുന്നത്. ഞാൻ അധികവും ഇങ്ങനെ ബ്യൂട്ടി പാർലറോ അങ്ങനെ പോയിട്ടൊരു സത്യസന്ധമായിട്ട് പറയുകയാണ്, മേക്കപ്പ് ചെയ്യുന്ന ഒരാളൊന്നല്ല. പിന്നെ ഞാൻ എൻ്റെ മാരേജിനാണ് ഫേഷ്യൽ ചെയ്തിട്ടുള്ളത്, ഇതുവരെ ഫേഷ്യൽ വേറെ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമുക്ക് മേക്കപ്പ് ചെയ്യാം എന്നത്. അതായത് ഒരുപാട് പ്രൊഡക്ട്സ് എടുത്തിട്ട് നമ്മൾ പുട്ടിയടിക്കേണ്ട ആവശ്യമുണ്ടോ ഗൈസ്? ഇല്ല. ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. അതൊക്കെ ഒരാളുടെ ചോയ്സാണ്. പക്ഷെ നമ്മൾ പറയാം, ഒരുപാട് വില കൊടുത്ത് നമ്മൾ ഓൺലൈനായിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് കുറച്ച്, അതായത് ഒരു ബിലോ 500 ഉള്ള കുറച്ച് പ്രൊഡക്ട്സ്, ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് മെയിനായിട്ട് ആ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സിമ്പിളായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാം. സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അങ്ങ് പുട്ടിയടിച്ചിട്ടും ഉണ്ടാവില്ല, പക്ഷെ കാണുമ്പോൾ ഓക്കെ ആൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു രീതിയിൽ എങ്ങനെ മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുമായിരിക്കും, കാരണം നമ്മളെപ്പോലെ നോർമലി ആയിട്ട് ഒരുപാട് പ്രൊഡക്ട്സ്, ഒരുപാടല്ല കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സ് എൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഈ പ്രൈമർ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. പ്രൈമർ ചിലർ പറയും പ്രൈമർ യൂസ് ചെയ്യണം അതിന് മുന്നേ, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഫേസിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും, പിമ്പിൾസ് വരും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പ്രൈമർ എന്ന് പറഞ്ഞ സാധനം ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യാറുണ്ട്. അത് ഞാൻ ചിലപ്പോൾ അത് ഡെയിലി രാവിലെ എണീറ്റിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ചില രാവിലെ എണീറ്റ് ഫേസ് വാഷൊക്കെ ചെയ്താൽ ഉടനെ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യും. ഞാൻ അങ്ങനെ നല്ല ഞാൻ കുളിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യും. പിന്നെ അതുപോലെ ഞാൻ പക്ഷേ സൺസ്ക്രീൻ എല്ലാവരും പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ 2 സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് യൂസ് ചെയ്തത് ഡേംഡോക്കിൻ്റെ ഹോണസ്റ്റ് സയൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ബ്രൈറ്റനിങ് സൺസ്ക്രീമാണ്. 4% നിയാസിനമൈഡിൻ്റെ വിത്ത് SPF 15 PA. ഓക്കെ, ഇത് തീർന്നു, കാലിയായി ഇത്. പക്ഷെ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇത് ഹൈലറോണിക് സൺസ്ക്രീൻ അക്വാ ജെല്ലിൻ്റെ. ഇത് ഞാൻ തുടങ്ങിയിട്ട് 1 വീക്കേ ആയിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കമ്പാരിസൺ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. രണ്ടും അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ യൂസ് ചെയ്ത് രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ഇതിൽ അപ്പം ഞാൻ ഫസ്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. സൺസ്ക്രീൻ യൂസ് ചെയ്ത ഉടനെ ഞാൻ ഇത് ഒന്നും ചെയ്യലില്ല. പക്ഷേ ഫസ്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാൻ ബാക്കിയെല്ലാം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് 2 പ്രൊഡക്ട്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടുണ്ടായത് ബ്ലൂ ഹെവൻ്റെ ഓൾ ഇൻ വൺ മേക്കപ്പ് സ്റ്റിക്കാണ്. അതായത് ഇത് ഫൗണ്ടേഷൻ സ്റ്റിക്കാണ്. ഇതൊരു ബിലോ 200, അതായത് 100 സംതിങ് ആയിട്ടേ ഉള്ളൂ ഇതിന് റേറ്റ്. ഇത് ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്കാണ്. നമ്മൾ എന്താ പറയേണ്ടത്, ഈ ഫൗണ്ടേഷൻ, ഞാനൊക്കെ മുന്നേ ഫൗണ്ടേഷൻ കേൾക്കുന്ന വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഫൗണ്ടേഷൻ ഒന്നും അങ്ങനെ യൂസ് ചെയ്തിട്ട് പുറത്തല്ല. പണ്ട് ഞാനൊരു +2 പഠിക്കുന്ന വരെ ഞാൻ പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പം ഇതൊക്കെ പിന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. പൗഡർ മതിയാക്കിയിട്ട് ഫൗണ്ടേഷൻ്റെ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് കാലമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഒരു 2-3-4 വർഷമായി ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഇതല്ല, ഈ പ്രൊഡക്റ്റ് അല്ല, ഇതേ സെയിം ഇത് തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നുണ്ടായിന്. ഇപ്പം ഞാൻ എന്താ വെച്ചാൽ ഫൗണ്ടേഷൻ സെറത്തിലേക്ക് മാറ്റിയത് NYBയുടെ 3-in-1 പ്രൈമറുമായി ഫൗണ്ടേഷൻ പ്ലസ് സെറാണ്. ഇത് 3 യൂസ് ആണ്. ഒന്ന് പ്രൈമറായിട്ട് യൂസ് ചെയ്യാം, ഒന്ന് ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാം, സെറായിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈമർ വാങ്ങിയിട്ട് ചിലവാക്കുന്ന പൈസ നമുക്ക് ചുരുക്കാം. അതുകൊണ്ട് ഈ ഒരു സാധനത്തിൽ തന്നെ ഇത് 3ഉം നമുക്ക് പറ്റും. അതുകൊണ്ട് നമ്മൾ ആദ്യം യൂസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇത് ചെയ്യാം, ഒന്നെങ്കിൽ ഇത് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാറേ ഇല്ല. അതിന് പകരം NYBയുടെ ഈ ഒരു സെറാണ്, വൈറ്റമിൻ സെറാണ്, 3-in-1 സെറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, ഞാൻ ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ ഞാൻ ലിപ് ബാം യൂസ് ചെയ്യാറുണ്ട്. ലിപ് ബാം ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ സ്കിൻ കെയർ ലിപ്പ് പ്ലംബിംഗ് മാസ്ക് വൈറ്റമിൻ C+E ആണ്. ഇത് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അല്ല ചെയ്യുന്നത്. നമുക്കിത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം അതിന് കുറച്ച് മുന്നേ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട്
ഒന്ന് ഒന്ന് ഇത് ഒരു ലിപ്പിന് പറ്റിയ ശേഷം നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതുമല്ല നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ലിപ് ബാം നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ലിപ് ബാം യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ആ ഒരു പണി നമുക്ക് പിന്നെ ചെയ്യണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ ലിപ് ബാം അത് യൂസ് ചെയ്യണേ. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞു. ഇത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എൻവൈബയുടെ തന്നെ പ്രോസ്ട്രോബ് ക്രീം ഉണ്ട്, റോസ് ഡയമണ്ട്. ഇതിൻ്റെ 2 ഇതുണ്ട് കേട്ടോ, ഷെയ്ഡ് ഉണ്ട്. എനിക്ക് ഞാൻ ഈ റോസ് ഡയമണ്ട് ആണ്, സിൽവറിൻ്റെ എന്തോ ഉണ്ട്, പക്ഷെ ഞാൻ ഇതാ വാങ്ങിയത്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ്, നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ എന്താ വെച്ചാൽ ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ ഹൈലൈറ്റ് എന്നല്ല, ഇത് ചെറിയ റേറ്റിൻ്റെ പൈസ 100 എത്രയേ ഉള്ളൂ ഇതിന്. ഇത് നിങ്ങൾ അതായത് കല്യാണത്തിലൊക്കെ പോകുമ്പോൾ ചെയ്യുന്നല്ലേ, ഒരുപാട് പ്രൊഡക്ട്സ് വേണ്ടാന്ന് പറഞ്ഞില്ലേ. അതിന് പകരം ഈ ഒരു സെറം യൂസ് ചെയ്ത ശേഷം നമുക്ക് ഇതൊരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഇവിടെ മൂക്കിൻ്റെ എവിടെയും നമ്മുടെ 2 കവിളത്തും ഇവിടെയൊക്കെ തൊട്ടിട്ടൊന്ന് ജസ്റ്റ് റേബ് ചെയ്ത് കൊടുത്താൽ അത് എന്താണെന്ന് വെച്ചാൽ അവിടെ അങ്ങ് ആയിക്കോളും. അതായത് ആടെ ഒരു എന്താ വെച്ചാൽ നല്ല ഹൈലൈറ്റ് ആയിട്ടും അവിടെ ഉണ്ടാവും, നല്ല രസം, നല്ല വൃത്തി നിൽക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഐലൈനർ യൂസ് ചെയ്യും, പിന്നെ കൺമഷി യൂസ് ചെയ്യും. ഐലൈനറും കൺമഷിയും. ഐലൈനർ യൂസ് ചെയ്തിട്ട് ഞാൻ ഐലൈനർ താഴെ യൂസ് ചെയ്യാറില്ല, മുകളിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐലൈനർ യൂസ് ചെയ്യും, താഴെ കൺമഷി യൂസ് ചെയ്യും. പിന്നെ പറയാനുള്ളത് പിന്നെയാണ് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് അതായത് ഞാൻ പറയട്ടെ, ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്യാറില്ല. എനിക്ക് ലിപ് ലൈനർ ഇട്ട് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ എന്തൊക്കെയോ സാധനം വാരി വലിച്ച് ചുണ്ടിലിട്ട പോലെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ലിപ് ലൈനർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതിന് പകരം ലിപ്സ്റ്റിക്ക് ഏതാ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ്, ഇതന്നെയല്ല ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇതിൽ പൊട്ടാണ് കേട്ടോ, പൊട്ടിട്ട് വെച്ചത് തൊടാം. പിന്നെ മാരേജ് കഴിഞ്ഞാലാണെങ്കിൽ സിന്ദൂരം വെക്കേണ്ടവർക്ക് നിങ്ങളിഷ്ടം, വെക്കുന്നവർ വെക്കാം, വെക്കാത്തവർക്ക് വെക്കണ്ട. ഓക്കെ, പിന്നെ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് മേക്കപ്പ് ഞാൻ മുഖത്ത് ചെയ്യുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്തിട്ട് നോക്കാം. ആദ്യം തന്നെ ഞാൻ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തത് നമുക്ക് എൻവൈബയുടെ സെറം. ഇത് ഞാൻ പറഞ്ഞു, പ്രൈമറാണ്, ഫൗണ്ടേഷനാണ്, സെറം, 3 ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ലിക്വിഡ് ടൈപ്പാണ് കേട്ടോ ഗൈസ്, നല്ല അടിപൊളി ലിക്വിഡാണ്. ഇത് ഒരുപാട് അങ്ങ് വാരിത്തേക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇവിടെ എൻ്റെ മോനുണ്ട് ഗൈസ് അടുത്ത്, അവൻ ചിലപ്പോൾ എന്തെങ്കിലും സൗണ്ട് ആക്കും എന്ന് വിചാരിക്കരുത്. ഓക്കെ, ഇത് നമുക്ക് ഞാൻ അധികം ഇത് യൂസ് ചെയ്യൊന്നുമില്ല കേട്ടോ. ഇതിന് വരെ ഞാൻ കൈകൊണ്ട് തന്നെയാണ് ജസ്റ്റ് അപ്ലൈ ചെയ്ത്. ഇതിടുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നോക്കി ഒന്ന് ബ്രൈറ്റ് ആയില്ലേ, ജസ്റ്റ് ഇതിടുമ്പോൾ തന്നെ ഓക്കെ ആണ്. നമ്മളെ പകുതി ചെയ്തു മേക്കപ്പ്. പിന്നെ അടുത്തതായിട്ട് നമ്മളെ എൻവൈബയുടെ പ്രോസ്ട്രോബ് ക്രീം, ഇതൊരു ഹൈലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് നല്ല തിളങ്ങുന്ന കേട്ടോ, നല്ല അടിപൊളി ഇതാണ്. ഞാൻ ആദ്യം തന്നെ മൂക്കിൻ്റെ ഇവിടെ കൊടുക്കും, പിന്നെ ഇവിടെ കൊടുക്കാറുണ്ട്, വൃത്തിയിടാം. അതൊന്നും ഗൈസ്, ഞാൻ ലിപ് ബാം ഇടാൻ മറന്നുപോയി ഗൈസ്, കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ചുണ്ടിന്. നമ്മൾ ഈ ലിപ് ബാം ഇതിന് ഇപ്പം തന്നെ നമ്മൾ നൈറ്റ് കിടക്കുമ്പോഴും ലിപ് ബാം യൂസ് ചെയ്യട്ടെ കുളിച്ച് കഴിഞ്ഞ ശേഷം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇതിടുമ്പോൾ തന്നെ ലിപ് ബാം ഇടണമെന്ന് എനിക്കറിയാം. ഞാൻ എപ്പോഴും ഇടാറൊന്നുമില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ലിപ് ബാം ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഇടും. ശരിക്കും ഇങ്ങനെയൊന്നല്ല മേക്കപ്പിൻ്റെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നത്,
എനിക്ക് ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ട് മുഖത്തൊന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതായത് ഇനി അങ്ങനെ ചെയ്താലേ നല്ല വൃത്തി, അതായത് നമ്മുടെ സ്കിന്ന് എന്താ ഫേസിന്റെ ഇത് നല്ല വൃത്തി ഉണ്ടാവും അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതുവരെ എൻ്റെ ഒന്നും മുഖത്തൊന്നും പ്രശ്നം വന്നിട്ടില്ല. നമുക്ക് ഐലൈനർ യൂസ് ചെയ്യാം. ഇത് നല്ല ഐലൈനർ ആട്ടോ, വാട്ടർ പ്രൂഫ് NYBയുടെ ട്രൂലി മെറ്റെ ലിക്വിഡ് ഐലൈനർ. ഇതിൻ്റെ ഇത് പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ സെല്ലോട്ട് നല്ല വാങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞാൽ ഇത് നിലത്ത് വീണ് പൊട്ടി. കുഴപ്പമില്ല, ജീവിക്കാം. നോക്കിയിട്ടില്ല, കുറച്ച് പണിയാണ് ഗൈസ്. നോക്കിയിടാൻ കുറച്ച് പണിയുണ്ട്. അയ്യോ വാലായിപ്പോയി, ഞാനങ്ങനെ വാലൊന്നും ഇടാറില്ല. മൊബൈൽ നോക്കിയിട്ട് ഇടാൻ കുറച്ച് പണിയുണ്ട്. ഞാനൊന്ന് കണ്ണാടി നോക്കിയിട്ടിട്ട് വരാം. ഓക്കെ ഗൈസ്, ഐലൈനർ ഇട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇതായി, ഇതിൽ നോക്കി ഇട്ടോണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് പറയാനുള്ളത് കൺമഷിയാണ്. കൺമഷി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കട്ടെ. ഇത് ലാക്മേൻ്റെ ഐക്കോണിക് കാജലാണ്. ഇത് കഴിഞ്ഞു ഗൈസ്, ഇതിലൊന്നുമില്ല. ഞാൻ ഇപ്പോൾ നോക്കുമ്പോഴാണ് ഓർമ്മ വന്നത്. ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയും എടുക്കാം. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് പിഷ്കത്തിയാണോന്ന്. പിഷ്കത്തി ആയതുകൊണ്ടല്ല, ഞാൻ വാങ്ങാൻ നിൽക്കുവാണ്, പോയിട്ടില്ല. അപ്പോൾ എല്ലാം പോയിട്ട് വാങ്ങാൻ വിചാരിക്കുന്നത്. ജസ്റ്റ് ഇത് കൈ കൊണ്ടിടാം, സഹകരിക്കും. ഇതിന് വാലില്ല. ഇത് വാട്ടർ പ്രൂഫ് ഐലൈനർ കണ്ട പോകുന്നില്ല. ഓക്കെ, അപ്പം ഇത്ര വരെയായി. ഇനി ശേഷം നമുക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം. ചില ലിപ്സ്റ്റിക്ക് ആദ്യം മുകളിലാട്ടാ യൂസ് ചെയ്യാറ്. ഞാൻ പക്ഷെ എനിക്ക് താഴെയാണ് ഞാൻ എൻ്റെ അത് പണ്ടേ അങ്ങനെ തന്നെ ഞാൻ ചെയ്യാല്. ലിപ്സ്റ്റിക്ക് താഴെ ഇടാറുള്ളത്. ഞാൻ ഐഷാഡോ യൂസ് ചെയ്യാറില്ല ഗൈസ്. ഐഷാഡോ എനിക്ക് ഇഷ്ടമല്ല. പണ്ട് ഞാൻ കുട്ടിയായ സമയത്തൊക്കെ ഞാനിത് ഭയങ്കര മേക്കപ്പ് ആയെന്നെല്ലാം പറയുന്നത് വീട്ടിൽ നിന്ന്. എൻ്റെ ചേച്ചിമാരെല്ലാം ഞങ്ങൾ ഭയങ്കര നല്ല ഇങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ചെയ്യില്ലേ ഇങ്ങനെ മേക്കപ്പ് സെറ്റിൽ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഐഷാഡോ വാരി തേച്ചിട്ടൊക്കെ കല്യാണത്തിന് പോകാറുണ്ട്. പക്ഷെ ഇപ്പം എന്താ അറിയില്ല, ഐഷാഡോ എനിക്ക് തീരെ ഇഷ്ടമല്ല, ഞാൻ യൂസ് ചെയ്യാറുമില്ല. അപ്പോൾ യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ, ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇപ്പം ഈ ഒരു ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പൊട്ട് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ മാച്ചായിട്ട് തന്നെ വെക്കാം. പിങ്ക് ആയതുകൊണ്ട് പിന്നെ പിങ്ക് വെക്കാം. മാച്ച് പൊട്ടൊന്നും ആരും യൂസ് ചെയ്യില്ല. ഇപ്പം മാച്ചിന് മാച്ച് അല്ലല്ലോ യൂസ് ചെയ്യുന്നത് അല്ലേ. ഏതെങ്കിലും ഒരു പൊട്ട്, ഇഷ്ടമുള്ള പൊട്ടിന് അങ്ങനെ ഇന്നത് യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. ഇഷ്ടമുള്ളത് ഒരാൾക്ക് ചെറിയ പൊട്ടായിരിക്കും ഇഷ്ടം, ഒരാൾക്ക് വലിയ പൊട്ടിനോട് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്തത് ഞാൻ സിന്ദൂര യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ യൂസ് ചെയ്യാറുണ്ട്, ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. എനിക്കിഷ്ടമാണ്, ഞാനത് ചെറുതായിട്ട് തൊടാറുണ്ട്. പിന്നെ ഫേസിൻ്റെതാണ് എന്നാലും കുഴപ്പമില്ല. എനിക്ക് വലിയ കമ്മൽ ഞാൻ ചെറുത് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ വലിയ കമ്മൽ ഇടുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടുന്നു.
വലുതാണെങ്കിലും കമ്മൽ അത്ര വലിയ കനമൊന്നുമില്ല കേട്ടോ. ആൾക്കാരെന്നോട് പറയുന്നുണ്ട് എൻ്റെ ചെവി കാണുകയും ചെയ്തു. പക്ഷെ എനിക്ക് ചെവി അങ്ങനെ കനക്കുന്ന കമ്മൽ വലുതായാലും എനിക്ക് അധികം ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കനമില്ലാത്ത, അതായത് അധികം വെയിറ്റ് ഇല്ലാത്ത സാധാ കമ്മൽ തന്നെ യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഓക്കെ. അപ്പോൾ എല്ലാം ഇല്ലേ, വളയുണ്ട്. വള വേണമെങ്കിൽ വളയിടാം, നമുക്കൊരു ഇതല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചത്, ഇങ്ങനെയൊന്നും അല്ല മേക്കപ്പ് ചെയ്യണമെന്ന് എനിക്കറിയാം. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരുപാട് ഈ വീഡിയോസ് കാണുന്ന കുറേ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഇത് വീഡിയോ കാണുമ്പോൾ പറയും ഇതെന്താ ഇവള് ചെയ്യുന്നത്. ഓക്കെ, ശരിയാണ്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷേ വെറുതെ കുറേ പ്രൊഡക്ട്സ് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയിട്ട് വെറുതെ, അതായത് ഒന്നുമില്ലാത്ത പാവപ്പെട്ട കുടുംബക്കാരുണ്ടാവും ഒരുപാട്. എല്ലാവർക്കും നല്ലതായിട്ട് നടക്കണം തന്നെയാണ് ആഗ്രഹം. എല്ലാവരും കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് നല്ല വൃത്തി, എല്ലാവരും വേറൊരാൾ നല്ല മേക്കപ്പ് ചെയ്ത് കാണുമ്പോൾ അതുപോലെ നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും. എല്ലാ ഗേൾസിനും ബ്യൂട്ടി, ഇപ്പോഴത്തെ കാലത്തെ ബ്യൂട്ടി കോൺഷ്യസ് ഉള്ള ഒരാൾ തന്നെയാണ് എല്ലാ ഗേൾസും. അപ്പം അവർക്ക് വേണ്ടിയിട്ട്, അതായത് എൻ്റെ വീഡിയോ കാണുമ്പോൾ കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഇത്ര മതിയല്ലേ, ഈ പ്രൊഡക്ട്സ് നല്ലതാണല്ലേ, ഓക്കെ. ഞാൻ പറയാം, അത്യാവശ്യം വലിയ പൈസ ആയത് വാങ്ങിയാൽ നല്ല ക്വാളിറ്റി കിട്ടുന്നൊന്നുമില്ല. ഇതിൽ ചെറിയ, ഇതിന് അത്യാവശ്യം 300, 200 എങ്ങാനുണ്ട്. പക്ഷെ മൂന്നും നമുക്ക് പ്രൈമർ വാങ്ങണ്ട, ഫൗണ്ടേഷൻ, സെറം, ഈ 3 കാര്യങ്ങൾ നമുക്ക് വേറെ വാങ്ങണ്ട ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുമ്പോൾ, ഞാനിത് ഏകദേശം ഒരു 5-6 മാസമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ മുഖം നോക്കിയേ പൊട്ടിയടിച്ച പോലെയും ഇല്ല. പക്ഷെ അത്യാവശ്യം നല്ല മേക്കപ്പും എന്തോ ആ ഫേസിന് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ എപ്പോഴും പറയുന്നത് സൺസ്ക്രീൻ പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യാം. ഇപ്പൊ ഫേസ് നമ്മൾ അത്രയും നമ്മൾ നോക്കുന്ന ഒരാളാണെങ്കിൽ വെയിലത്ത്, അതായത് മഴക്കാലത്തല്ല വെയിലത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ നല്ല വെയിലാണല്ലോ അത്യാവശ്യം, അപ്പോൾ അത് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഞാൻ അങ്ങനെ വാങ്ങേണ്ടവർക്ക് വാങ്ങാം, നല്ല സാധനമാണ്. 100 എങ്ങനെയുള്ളൂ, 189, 100 ഒന്നും അറിയില്ല, അത്ര ചെറിയ റേറ്റേ ഉള്ളൂ. 100 സംതിങ്, കൂടിപ്പോയി 100 സംതിങ്, 200 അപ്പൊ ഇത് എനിക്ക് ഏതോ ഇത് വാങ്ങുമ്പോൾ ഒന്നിന്റെ ഒപ്പം ഫ്രീ കിട്ടിയിട്ടുണ്ട്. ഏതോ ഒരു സാധനം വാങ്ങുമ്പോൾ, അതായത് NYBയുടെ തന്നെ ഇത് വാങ്ങിയതുകൊണ്ട് ഇത് എനിക്ക് ഓഫറിന് ഫ്രീ കിട്ടിയതാണോ എന്നും ഡൗട്ട് ഉണ്ട്. പക്ഷെ ഇതിന് ചെറിയ റേറ്റേ ഉള്ളൂ. അപ്പോൾ ഇത് വേണ്ടവർക്ക് യൂസ് ചെയ്യാം. പിന്നെ പറയുന്നത്, ഇത് വാങ്ങുന്നില്ലാത്തവർക്ക്, ഇത് എനിക്ക് തോന്നി ഇതിനേക്കാൾ ഇതാ നല്ലത് കേട്ടോ, സെറാണ് നല്ലത്. ഇതാകുമ്പോൾ അതിന് വൈറ്റമിൻസ് ഇതിലുണ്ട്, നല്ല കണ്ടന്റ് സ്കിന്നിന് വേണ്ടേ. ഇതിൽ വലിയ ഇതൊന്നുമില്ല, പക്ഷേ ഇതിന് ചെറിയ റേറ്റ് ഇല്ല, 89 രൂപ എങ്ങനെയുള്ളൂ. ഞാൻ പണ്ടേ യൂസ് ചെയ്ത് കഴിയാനായതാ, ഇത്രയേ ഉള്ളൂ. ഒരുപാട് ഇത്രയും ഉണ്ടായതാ, ഇത്രയും പോയി കഴിഞ്ഞു. ഇത് ഞാൻ അത്യാവശ്യം ഇത് അങ്ങനെ ഇപ്പൊ ഇത് വാങ്ങിയ ശേഷം ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല. ഓക്കെ. പിന്നെ ലിപ് ബാം നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ലിപ്സിന് നമുക്ക് നല്ലതാണല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ, ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ തന്നെ ലിപ് ബാം യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് രാത്രി കിടക്കുമ്പോഴോ കുളിച്ച് കഴിയുമ്പോഴോ നിങ്ങൾക്ക് എപ്പോഴാണോ ഓർമ്മ അപ്പം ഇത് ചെയ്യാം, ലിപ് ബാം യൂസ് ചെയ്യാം. പിന്നെ സാധാ എല്ലാവരും ചെയ്യുന്നത് ഐലൈനർ, കൺമഷി. ഓക്കെ. ഹിമാലയൻ, ഞാൻ അധികം കാജൽ 45 രൂപ ഹിമാലയൻ്റെ കാജലാണ് യൂസ് ചെയ്തുകൊണ്ടായത്. ഇത് പിന്നെ ഞാൻ എക്സ്ട്രാ വാങ്ങിയേ ഉള്ളൂ. അത് യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം. കൺമഷി, ഐലൈനർ. ഓക്കെ. ഇതൊരു പൊട്ട്, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതേ ഉള്ളൂ ഗൈസ്, ഇത്ര മതി ഗൈസ്. ഇത്രയാൽ തന്നെ നമുക്ക് നല്ല കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ടാവും, സാധാരണ മീഡിയം ടോണുള്ളവർക്കൊക്കെ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും, എന്നെ ഇത്രയും നേരം പറഞ്ഞ് സംസാരിക്കുമ്പോൾ എല്ലാം ക്ഷണിച്ചിരുന്ന ആൾക്കാർക്കെല്ലാം ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവരും ഇനിയും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഒരാൾ കുടുത്തൊക്കെ കളിക്കുന്നുണ്ട്, അടുത്തിരുന്നിട്ട് കുറേ നേരം മിണ്ടാതിരിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നുണ്ട്. ഇവിടെ കിടന്നിട്ടുണ്ട്, എന്നിട്ട് കളിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ്, യൂസ്ഫുള്ളായ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നതല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ എക്സ്ട്രാ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ എന്താ, എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ബൈ.